സ്വാഭാവികമായും സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന അത്യുഷ്ണമാണ്. പക്ഷേ ആശ്വാസത്തിന് വകയുണ്ട്. ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കണ്ണൂരും കാസർഗോഡും നാളെ യെല്ലോ അലേർട്ടാണ്. അതേസമയം സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗവും ലോഡ് ഷെഡിങ്ങും തുടരുക തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, ഗുഡ് മോർണിംഗ്. നല്ല ചൂടാണ്, സ്വാഭാവികമായി നമുക്ക് ആ കാര്യം പറയേണ്ടതില്ല. ഒരാശ്വാസമാകുന്നു എന്നുള്ളൊരു വാർത്തയുമായിട്ടാണ് അൻഫിൽറ്റ് രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. വേനൽ മഴ വരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഗുഡ് മോർണിംഗ്. വലിയൊരു ആശ്വാസം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം അത്യുഷ്ണം അത്രയേറെ ചുട്ടുപൊള്ളുന്ന അത്യുഷ്ണത്തിൻ്റെയും സൂര്യാതപം, സൂര്യാഘാതം, അതോടൊപ്പം തന്നെ കൊടും വെയിലും ഒക്കെ വരുമ്പോൾ വീട്ടിനുള്ളിൽ പാമ്പുകൾ കയറി വരുന്നു, വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് മരണം, ഇതൊക്കെ തന്നെ കാരണം കുറേ ദിവസമായി കഴിഞ്ഞ് നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വാർത്തകൾക്കിടയിലാണ് അപ്പോഴൊക്കെ തന്നെ നമ്മൾ വേനൽ മഴ എന്നെത്തും ആശ്വാസമായി എന്നൊരു ചോദ്യമായിരുന്നു എല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നത്. അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഏറ്റവും ഒടുവിലത്തെ ബുള്ളറ്റിനിലാണ് വേനൽ മഴ സംസ്ഥാനത്ത് ആശ്വാസമായി ഇന്ന് പരക്കെ വേനൽ മഴ ഉണ്ടാകുന്നു. ഇന്നലെ തന്നെ വേനൽ മഴ ചില ജില്ലകളിലൊക്കെ അങ്ങിങ്ങായി ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ പലയിടത്തും ആ വേനൽ മഴ വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം വേനൽ മഴയുടെ ഭാഗമായി തന്നെ ഇടിമിന്നലോടുകൂടിയാണ് എപ്പോഴും വേനൽ മഴ ഉണ്ടാകാറുള്ളത്. ശക്തമായ കാറ്റുമുണ്ട്. ഇന്നലെ പോലും നമുക്ക് ആ ഇടിമിന്നൽ വേനൽ മഴയുടെ ഒരു ആരംഭം കുറിച്ചപ്പോൾ തന്നെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. മിന്നലേറ്റൊരു യുവാവ് മരിക്കുന്നത് കണ്ടു. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നിടെ 2 കുട്ടികൾക്ക് മിന്നലേൽക്കുന്നത് വാർത്തകളൊക്കെ നമുക്ക് കണ്ടു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഫലമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഈ വേനൽ മഴ വൈകുന്നതും വേനൽ മഴയുടെ ലഭ്യത കുറവുണ്ടാകുന്നതും ഒക്കെ തന്നെ വിവിധ രീതിയിലാണ് നമ്മളെ ബാധിച്ചിരുന്നത്. ഈ വൈദ്യുതിയുടെ ക്ഷാമമൊക്കെ ഡാമുകളിലൊക്കെ തന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, ജലലഭ്യത കുറവുണ്ടായിരുന്നത് മൂലം വൈദ്യുതിയുടെ ആവശ്യം കൂടുന്നു കൊടുംവേനലിൽ. അങ്ങനെ വൈദ്യുതി ക്ഷാമവും പ്രതിസന്ധിയും ലോഡ് ഷെഡിങ്ങും ഈ വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ എല്ലാത്തിനും പരിഹാരമാകുമോ എന്ന രീതിയിൽ ഇപ്പോൾ വേനൽ മഴ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും അങ്ങിങ്ങായി പരക്കെ വേനൽ മഴ, ഉച്ച കഴിഞ്ഞാണ് വേനൽ മഴ ശക്തി പ്രാപിക്കുമെന്നൊക്കെ പറയുന്നു. ഇടിമിന്നലോടുകൂടി ആ ശക്തമായ കാറ്റ്, അതായത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തി പ്രാപിക്കുന്ന കാറ്റ്, അപ്പോൾ കാറ്റിൻ്റെയും ഇടിമിന്നലിൻ്റെയൊക്കെ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ന് ഉച്ച കഴിഞ്ഞ് പരക്കെ സംസ്ഥാനത്ത് പ്രത്യേക ജില്ലകൾ പറയുന്നില്ല, എല്ലാ ജില്ലകളിലും ഇന്ന് പൊതുവെ ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നതെങ്കിലും നാളെ മുതലാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകളൊക്കെ പറയുന്നത്. നാളെ യെല്ലോ അലർട്ട് കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട് പറയുന്നു. മറ്റന്നാൾ ഇടുക്കിയും വയനാടും പത്തനംതിട്ട ഈ 3 ജില്ലകളിലാണ് മറ്റന്നാൾ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട്. അത് കഴിഞ്ഞ് ശനിയാഴ്ച യെല്ലോ അലർട്ട് കോട്ടയം, എറണാകുളം, ആലപ്പുഴ ഈ 3 ജില്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലർട്ട് പറയുന്നുണ്ട്. അങ്ങനെ വിവിധ ജില്ലകളിൽ അലർട്ടുകളും മുന്നറിയിപ്പുകളൊക്കെ ഉള്ള വാർത്താ ബുള്ളറ്റിനാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ. അപ്പോൾ ഈ വരുന്ന മണിക്കൂറുകളൊക്കെ തന്നെയും സംസ്ഥാനത്ത് കരുതിയിരിക്കുക. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ഈ വേനൽ മഴ വരുന്നതോടുകൂടി സംസ്ഥാനത്ത് പല രീതിയിലാണ് നമുക്ക് ആശ്വാസം. ഈ താപ മുന്നറിയിപ്പ് പിൻവലിച്ചു എന്ന് നമുക്ക് പറയാനാവുകയില്ല. കാരണം വേനൽ മഴ ഇന്നലെ ഒരു ആശ്വാസമായി ഒറ്റപ്പെട്ട രീതിയിൽ വന്നുവെങ്കിൽ പോലും പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ താപനിലയുടെ, കാരണം പാലക്കാട് ഇന്നലെ 40 നിന്ന് 39 കുറഞ്ഞുവെങ്കിൽ പോലും ഇന്ന് പൂർണ്ണമായി അവിടെ താപനിലയുടെ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടില്ല. അത് പാലക്കാടായാലും കോഴിക്കോടായാലും ഒക്കെ തന്നെയാണ് ഇത് അവസ്ഥ. പക്ഷേ ഒരു 10 മണി 11 മണിയോടുകൂടി ആകുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഏറ്റവും ഒടുവിലത്തെ ബുള്ളറ്റിൻ വരുമ്പോൾ അപ്പോൾ ഈ ജില്ലകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് പാലക്കാടൊക്കെ താപനില മുന്നറിയിപ്പ് എത്രത്തോളം പിൻവലിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാനാകും. കാരണം ചൂട് എന്നത് അത്യുഷ്ണത്തിന്റെ തീവ്രതയിൽ തന്നെയാണ് സംസ്ഥാനം. അതിന് പൂർണ്ണമായി മാറി. ശരി അൻഫിൽട്ട്, എന്തായാലും അൻഫിൽട്ട് സൂചിപ്പിച്ചതുപോലെ വലിയ ചൂടാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. അതിനൊക്കെ ഒരു ആശ്വാസം ഇന്ന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം വേനൽ മഴ എത്തും എന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ആശ്വാസ വാർത്ത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ.